ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ പരിസര പഠനത്തിലെ 8-ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? വീടും കൂടും. അപ്പോൾ ഇവിടെ പാഠത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കഥയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആറ്റക്കുരുവി ഇണകൾക്ക് ഒരു മോഹം. മഴക്കാലം തുടങ്ങും മുമ്പേ കൂടുണ്ടാക്കണം. ഒരു മരച്ചില്ല കണ്ടെത്തി ആൺകുരുവി കൂടൊരുക്കാൻ തുടങ്ങി. നെൽച്ചെടിയിൽ നിന്നും കൊത്തിയടർത്തിയ നാരുകളും തെങ്ങോല നാരുകളും ചേർത്ത് ദിവസങ്ങൾക്കുള്ളിൽ വളരെ മനോഹരമായ കൂടൊരുങ്ങി. പെൺകുരുവി അതിൽ മുട്ടകളിട്ട് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതും കാത്തിരുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ പറക്കാൻ പാകമായി. കുരുവിയും മക്കളും ദൂരേക്ക് പറന്നുപോയി. നിങ്ങൾ ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഏതെല്ലാം പക്ഷികളുടെ കൂടുകൾ കണ്ടിട്ടുണ്ട്? കാക്കയുടെ കൂട് മക്കൾ കണ്ടിട്ടുണ്ടാവൂലേ? പിന്നെ മരംപൊത്തി കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ? അല്ല അല്ലേ? അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ചിത്രങ്ങൾ നോക്കൂ. എല്ലാ പക്ഷികളുടെയും കൂട് ഒരുപോലെയല്ല. മരങ്ങളിലും കുറ്റിച്ചെടികളിലും മണ്ണിലും മരപ്പൊത്തുകളിലും കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട്. ഇനി താഴെ നോക്കിക്കേ. തിത്തിരി പക്ഷി എവിടെയാണ് മുട്ടയിടുന്നത്? തിത്തിരി പക്ഷി സാധാരണയായി മണ്ണിലാണ് മുട്ടയിടുന്നത്. എങ്കിലും ചിലപ്പോൾ അവ ഉരുളൻ കല്ലുകളെ ചുറ്റിപ്പറ്റിയും മുട്ടയിടാറുണ്ട്. ഇനി മരങ്ങളിലും കുറ്റിച്ചെടികളിലും മരപ്പൊത്തുകളിലും മണ്ണിലുമെല്ലാം കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട്. എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? താമസിക്കാൻ, മുട്ടയിടാനും അവ സുരക്ഷയോടെ സൂക്ഷിക്കാനും, പിന്നെയോ മുട്ടകളിൽ അടയിരിക്കാൻ, അവയുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ, കാലാവസ്ഥയിൽ നിന്നുള്ള സംരക്ഷണത്തിന്. എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നുണ്ടോ? ചില പക്ഷികൾ കൂടുണ്ടാക്കാതെ മറ്റ് പക്ഷികളുടെ കൂടുകളിൽ മുട്ടയിടുന്നു. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടി മറ്റ് പക്ഷികളെ ആശ്രയിക്കുന്നതിനൊരു ഉദാഹരണമാണ് കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത്. പിന്നെയോ ചക്രവർത്തി പെൻഗ്വിൻ പോലുള്ള ചില പക്ഷികൾ തുറന്ന സ്ഥലത്താണ് മുട്ടയിടുന്നത്. മൂങ്ങ പോലെയുള്ള ചില പക്ഷികളോ മറ്റ് മൃഗങ്ങൾ നിർമ്മിച്ച കൂടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ്? എല്ലാ പക്ഷികളും കൂടുണ്ടാക്കാറില്ല അല്ലേ? ഇനി നിങ്ങളുടെ പ്രദേശത്തുള്ള പക്ഷികളെ നിരീക്ഷിക്കൂ. എവിടെയാണവ കൂടുണ്ടാക്കുന്നത്? തറയിൽ, കുറ്റിക്കാടുകളിലും മരങ്ങളിലും, മരപ്പൊത്തുകളിൽ, പുഴ, കുളം, തടാകം എന്നിവയുടെ കരകളിൽ കാണുന്ന ഈറ്റകളിൽ, നദീതീരങ്ങളിലെ തുരങ്കങ്ങളിൽ, പാറക്കെട്ടുകളിൽ, കെട്ടിടങ്ങളിൽ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മേൽക്കൂരകളുടെയും ചിമ്മിനികളുടെയും ഒക്കെ അടിയിൽ. ഇനി മരത്തിൽ കൂടുണ്ടാക്കുന്നവയെയും അല്ലാത്തവയെയും കണ്ടെത്തൂ. മരത്തിൽ കൂടുണ്ടാക്കുന്നവയാണ് കാക്ക, തത്ത, മൂങ്ങ, കഴുകൻ, പുള്ളിപ്രാവ്, ഇരട്ടവാലൻ, കിങ് ഫിഷർ തുടങ്ങിയവ. ഇനി മരത്തിൽ കൂടുണ്ടാക്കാത്തവയോ? കുയിൽ, പെൻഗ്വിൻ ചക്രവർത്തി, താറാവ് തുടങ്ങിയവ. ഇനി കൂടുണ്ടാക്കി കൂട്ടമായി താമസിക്കുന്ന ജീവികളുണ്ടല്ലോ, അതാരാ? താഴെ ചിത്രം നോക്കിക്കേ. ഒരിനം ഉറുമ്പിൻ്റെ കൂടാണിത്. ഉറുമ്പുകൾ പലതരം കൂടുണ്ടാക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയൊക്കെ ഉറുമ്പുകൾ കൂടുണ്ടാക്കുക? മണ്ണിൽ കൂടുണ്ടാക്കും, ഇലകൾ ഒട്ടിച്ചു ചേർത്ത് കൂടുണ്ടാക്കും, പിന്നെയോ തടികൾ തുളച്ച് കൂടുണ്ടാക്കും അല്ലേ? ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഒന്ന് മണ്ണിൽ കൂടുണ്ടാക്കുന്ന ഉറുമ്പുകളാണ്. രണ്ടാമത്തത് ഇലകൾ കൂടുണ്ടാക്കുന്ന ഉറുമ്പുകളുടെ പേരെന്താണ്? നീറ്, അല്ലെങ്കിൽ വേറെന്ത് പറയും? പുളിയുറുമ്പുകൾ എന്നൊക്കെ പറയൂ അല്ലേ? ഇനി തടി തുളച്ചുണ്ടാക്കുന്ന കൂടുണ്ടാക്കുന്ന ഉറുമ്പുകളെ അശാരി ഉറുമ്പുകൾ എന്നാണ് പറയുന്നത്. ഇവർ പൊതുവെ എന്താണ്? വലിയ ഉറുമ്പുകളാണ് കേട്ടോ, ഈ തടി തുളച്ച് കൂടുണ്ടാക്കുന്ന ഉറുമ്പുകൾ. ഇനി മണ്ണിൽ കൂടുണ്ടാക്കുന്ന ഉറുമ്പുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ഉറുമ്പുകൾ മണ്ണ് കുഴിച്ച് ഉപരിതലത്തിൽ നിക്ഷേപിച്ചാണ് കൂടുണ്ടാക്കുന്നത്. ഭക്ഷണത്തിനും നിർമ്മാണ സാമഗ്രികൾക്കുമായി അവ ജൈവ വസ്തുക്കളെ കൂടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരം കൂടുകൾ അവർക്ക് ഈർപ്പവും ഭക്ഷണവും സംരക്ഷണവും നൽകുന്നു. ഇനി മണ്ണുപയോഗിച്ച് കൂടുണ്ടാക്കുന്ന മറ്റ് ജീവികൾ ഏതെല്ലാം? ചിതല്, വേട്ടാളൻ, കുഴിയാന, കടന്നൽ, ചിതൽപുറ്റ് തുടങ്ങിയവ. ഇനി നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റേതെല്ലാം ജീവികൾ കൂട് നിർമ്മിക്കുന്നുണ്ട്? അവ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരേ വസ്തുക്കളാണോ? കണ്ടെത്തി എഴുതൂ. ഇവിടെ ജീവി അഥവാ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തന്നിട്ടുണ്ട്. അപ്പോൾ ചിതൽ മണ്ണാണ്, കടന്നൽ പൾപ്പ്, ഉമിനീർ മണ്ണ്. ഇനി അടുത്തത് നോക്കാം.
വേട്ടാളൻ മണ്ണ് ഉപയോഗിച്ചാണ്. തേനീച്ച മെഴുക്, ഉറുമ്പ് മണ്ണ്, മണൽ, ചരൽ, ഇല തുടങ്ങിയവ. അണ്ണാൻ കൊമ്പുകൾ, ഇലകൾ, നൂൽ, കടലാസ്, പുല്ല് തുടങ്ങിയവ. അടുത്തത് നമുക്ക് ചേരുംപടി ചേർക്കാനാണ്. ജീവികളുടെ പേരുകളും മറുഭാഗത്ത് കൂടുകളും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചേർക്കാം. അപ്പോൾ മക്കൾ നോക്കിയിട്ട് ഇതുപോലെ ചേരുംപടി ചേർക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ വീടുകൾ. എന്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്? സുരക്ഷിതമായി താമസിക്കാൻ, മഴയും വെയിലും കൊള്ളാതിരിക്കാൻ, പിന്നെയോ കാറ്റ്, തണുപ്പ്, മഞ്ഞ് എന്നിവയിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ, ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ, കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വളർത്താൻ, ആരോഗ്യകരവും സുഖപ്രദവുമായി ജീവിക്കാൻ. ഇനി നമ്മുടെ വീടുകൾ ഏതെല്ലാം തരത്തിലുള്ളതാണ്? ഓലമേഞ്ഞ വീടുണ്ട്, ഓടിട്ട വീടുണ്ട്, കല്ലുകൊണ്ടുള്ള വീടുണ്ട്, വാർപ്പ് ചെയ്ത വീടുണ്ട് അല്ലേ? ഇനി നമുക്ക് ചിത്രങ്ങൾ നോക്കാം. പലതരം വീടുകളുടെ ചിത്രങ്ങൾ നോക്കൂ. ഓരോ വീടും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ്? ചിത്രങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ. ഒന്നാമത്തെ ചിത്രം നോക്കിക്കേ. ഭിത്തി എങ്ങനെയാണ്? മൺകട്ട ഉപയോഗിച്ചിട്ടാണല്ലേ. മേൽക്കൂര വൈക്കോല് കൊണ്ടാണ്. രണ്ടാമത്തെ വീടോ ചെളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഭിത്തി, മേൽക്കൂര ഓല കൊണ്ടാണ്. മൂന്നാമത്തേത് ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് ഭിത്തി, കോൺക്രീറ്റ് ആണ് മേൽക്കൂര. നാലാമത്തേത് വെട്ടുകല്ല് ഉപയോഗിച്ചിട്ടാണ് ഭിത്തി ഉള്ളത്, ഓട് ഉപയോഗിച്ചിട്ടാണ് മേൽക്കൂര. അഞ്ചാമത്തേത് മരം ഉപയോഗിച്ചിട്ടാണ് ഭിത്തി ഉള്ളത്, മേൽക്കൂര ആസ്ബറ്റോസ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ആറാമത്തേത് ഉരുളൻ കല്ല് ഉപയോഗിച്ചിട്ടാണ് ഭിത്തി, ഫൈബർ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് മേൽക്കൂര. ഇനി ഈ ഒരു പട്ടികയിൽ നിന്നുള്ള കണ്ടെത്തലുകൾ രേഖപ്പെടുത്തൂ. എല്ലാ വീടുകളും ഒരുപോലെയല്ല. വ്യത്യസ്ത തരം വീടുകൾ വ്യത്യസ്ത തരം വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന് ജനൽ, വാതിൽ, ഭിത്തി, മേൽക്കൂര തുടങ്ങി വിവിധ ഭാഗങ്ങളുണ്ട്. ഭിത്തി നിർമ്മാണത്തിന് വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. സിമൻറ്റ് ഉപയോഗിച്ച് ഭിത്തി നിർമ്മിക്കാം. കല്ലുകൾ, മരങ്ങൾ, ഇഷ്ടികകൾ, മണ്ണ് തുടങ്ങിയവ കൊണ്ടുള്ള ഭിത്തികളുമുണ്ട്. ഭിത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് മേൽക്കൂര നിർമ്മിക്കാൻ സാധിക്കില്ല. ഭിത്തി, മേൽക്കൂര എന്നിവയിലെ വ്യത്യാസം വീടിൻ്റെ വലുപ്പത്തിലും ആകൃതിയിലും മാറ്റം വരുത്തുന്നുണ്ട്. വീട് നിർമ്മിക്കാൻ വിവിധ തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? കാലാവസ്ഥയ്ക്കും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് പലതരം വസ്തുക്കൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അല്ലേ? ഇനി എത്രയെത്ര ജോലികൾ. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികളാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അവ ഏതെല്ലാമാണ്? എഴുതൂ. ഒന്നാമത്തേത് ഭിത്തി നിർമ്മാണമാണ്. രണ്ടാമത്തേത് മരപ്പണി. മൂന്നാമത്തേതോ പെയിൻറ്റിംഗ് ആണ്. നാലാമത്തേത് വയറിംഗ് ആണ്. ഇനി നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട് സന്ദർശിച്ച് വിവിധ ജോലികൾ ചെയ്യുന്നവരെ പരിചയപ്പെടൂ. അവിടെ നടക്കുന്ന ജോലികൾ എന്തൊക്കെയെന്ന് ചോദിച്ചു മനസ്സിലാക്കൂ. എന്തൊക്കെ ജോലികളാ മക്കളെ? പ്ലാൻ വരയ്ക്കൽ, തറകെട്ടൽ, ഭിത്തി നിർമ്മാണം, കൽപ്പണി, മേൽക്കൂര നിർമ്മിക്കൽ, തേപ്പുപണി, നിലമിടൽ, മരപ്പണി, വയറിങ്, പ്ലംബിങ്, പെയിൻറ്റിങ് അല്ലേ തുടങ്ങിയവ. അപ്പോൾ ഇത്രയാണ് മക്കളെ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. പാർട്ട് 2 പെട്ടെന്ന് തന്നെ ചെയ്യാം. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.